أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബനു ഖുറൈസ യുദ്ധത്തിന്റെ വിശദീകരണമാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്രകാരമാണ്. ഇതിൽ ഷഹീദായ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എഴുതുന്നു, ഈ യുദ്ധത്തിൽ 2 മുസ്ലിങ്ങളാണ് ഷഹീദായത്. ഖല്ലാദ് ബിൻ സുവൈദും ഹദ്രത്ത് മുൻസിർ ബിൻ മുഹമ്മദും ആണ് അവർ. കൊല്ലപ്പെട്ട ബനു ഖുറൈസയിലെ യഹൂദികളുടെ എണ്ണത്തെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, അവരുടെ എണ്ണം 600 ആയിരുന്നു. ഒരു നിവേദനമനുസരിച്ച് 700 പേരെന്നും കാണുന്നു. സുഹൈലി പറയുന്നു, അവരുടെ എണ്ണം 800 മുതൽ 900 വരെ ആയിരുന്നു. ഇമാം തിർമിദിയും ഇമാം നസായിയും 400 യോദ്ധാക്കളാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇബ്നു സഅദും 600 മുതൽ 700 പേരാണെന്ന് വിവരിച്ചിട്ടുണ്ട്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവിധ ചരിത്രങ്ങളുടെ ഗവേഷണമനുസരിച്ച് പറയുന്നു, ഏകദേശം 400 പേരാണ് അന്നത്തെ ദിവസം സഅദിന്റെ തീരുമാനപ്രകാരം വധിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് നൽകിയ കൽപ്പന പ്രകാരം കൊല്ലപ്പെട്ട ഈ ആളുകളെ സ്വന്തം സംവിധാനത്തിൽ മറവടക്കം ചെയ്യുകയും ഉണ്ടായി. ഇസ്ലാം വിരോധികൾ അതിശയോക്തിയുടെ പരമസീമയിലെത്തി ഇവരുടെ എണ്ണം വിവരിക്കുകയും പിന്നെ ഇസ്ലാമിനെ ആക്രമത്തിന്റെ മതമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യവും തെളിവുകളും നോക്കുകയാണെങ്കിൽ പ്രാമാണ്യയോഗ്യമായ ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ 400-നടുത്ത് മാത്രമേ അവരുടെ എണ്ണം വരുന്നുള്ളൂ. അവരാകട്ടെ യോദ്ധാക്കളുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു വീടിനുള്ളിൽ കിടങ്ങ് കുഴിച്ച് അവരെ കബറടക്കാൻ കഴിഞ്ഞത്. ഈ കാലഘട്ടത്തിലെ ഒരു അഹമ്മദി സ്കോളർ സയ്യിദ് വക്കാസ് സാഹിബും ഇതിൽ വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അതേപ്പറ്റി നല്ല പോലെ എഴുതിയിട്ടുമുണ്ട്. അദ്ദേഹം തന്നെ തിരുനബി ഹിജാസിൽ എന്ന പുസ്തകത്തിൽ എഴുതുന്നു, ബനു ഖുറൈസയിലെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണത്തെ സംബന്ധിച്ച വിഷയം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പലതും യുക്തിപരവുമാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി എടുത്ത സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഹദീസാണെങ്കിലും ചരിത്രമാണെങ്കിലും അതിന്റെ ചരിത്രവും നിവേദനവും കെട്ടിച്ചമച്ചതല്ലെങ്കിൽ പോലും ദുർബലം എന്ന അവസ്ഥയിൽ നിന്ന് തികച്ചും മുക്തമല്ല. അതുകൊണ്ട് കണ്ണടച്ച് എല്ലാ നിവേദനങ്ങളെയും അംഗീകരിക്കുന്നത് യുക്തിയുമല്ല. 600 മുതൽ 900 വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അവരുടെ എണ്ണം വളരെ കരുതലോടുകൂടി എടുക്കുകയാണെങ്കിൽ പോലും 5 or 6 ആയിരത്തിൽ കുറവായിരിക്കുകയില്ല. അവരെ മുഴുവനും അദീനയിലേക്ക് കയറുകളിൽ ബന്ധിച്ചു കൊണ്ടുവന്നുവെന്നും 2 വീടുകളിലായി പാർപ്പിച്ചുവെന്നും മുസ്ലിങ്ങൾ സ്വയം പട്ടിണിയിലായിരിക്കെ അവർക്കെല്ലാമുള്ള അന്നപാനീയങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തുവെന്നും പറയപ്പെടുന്നു. മാത്രമല്ല, ഇത്രയും ആളുകൾക്കുള്ള പ്രാഥമികത്യങ്ങൾക്ക് സൗകര്യം ചെയ്യേണ്ടതായും വരും. അവരാരും ഓടിപ്പോകാൻ ശ്രമിക്കാതിരിക്കുകയും ബഹളമുണ്ടാക്കാതിരിക്കുകയും രാത്രിക്ക് രാത്രി മദീനയിലെ ഒരു ചന്തയിൽ ഈ 600 പേരെയും കൊലപ്പെടുത്തി കുഴിയെടുത്ത് അടക്കി എന്നതും അവിടെയാകട്ടെ പുതുതായി ഉണ്ടാക്കിയ കിടങ്ങ് ഉണ്ടായിരുന്നുവെന്നും പിന്നെ 2-3 ആളുകൾ, അതായത് ഹദ്രത്ത് അലിയും സുബൈറും അവരെല്ലാവരെയും കൊന്നുവെന്നതും ഈ 2 സഹാബാക്കളും ഈ സംഭവത്തെ സംബന്ധിച്ച് പരാമർശിക പോലും ചെയ്തിട്ടില്ല എന്നതും ബുഖാരിയും മുസ്ലിമും കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറയാത്തതും തുടങ്ങി കുറെ കാര്യങ്ങൾ പ്രസ്തുത നിവേദനത്തെ പുനഃപരിശോധിക്കണമെന്നതിലേക്ക് മാർഗദർശനം നൽകുന്നുണ്ട്. ഈ നിവേദനങ്ങളിൽ അതിശയോക്തി അധികമായി കലർത്തിയിട്ടുണ്ടോ എന്നും നോക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, അണിയറയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിങ്ങളുടെയും യഹൂദികളോടുള്ള ശത്രുതയെ പെരുപ്പിച്ചു കാണിക്കാൻ ഈ സംഭവങ്ങൾക്ക് പിന്നീട് ജനങ്ങൾ നിറം ചാർത്തിയതായിരിക്കാം. കാരണം ബുഖാരിയിൽ വന്നിട്ടുള്ള പദം ഇങ്ങനെയാണ്, അതായത് ഹദ്രത്ത് സയ്യിദ് തന്റെ വിധിയിൽ പറയുന്നു, തഖ്തുലുൽ മുഖാത്തില, അതായത് യുദ്ധം ചെയ്യുന്നവർ കൊല ചെയ്യപ്പെടേണ്ടതാണ്. പൊതു ചരിത്രകാരന്മാരും വ്യാഖ്യാതാക്കളും
നബി ചരിത്രകർത്താക്കളും ഇതിന് നൽകിയ തർജ്ജമ യുദ്ധത്തിന് പ്രാപ്തമായ എല്ലാ പുരുഷന്മാരും കൊല ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ്. മാത്രമല്ല അവർ ഈ പദത്തിന് എത്രമാത്രം വിശാലത നൽകിയെന്നാൽ യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ എന്നതുകൊണ്ട് പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരെയും വിവക്ഷിക്കുന്നു. പ്രായപൂർത്തിയുടെ നിലവാരവും സ്വകൽപ്പിത കഥകൾക്കനുസരിച്ചാണ് വെച്ചിട്ടുള്ളത്. അതായത് ചില ആളുകളെ ഓരോ പുരുഷന്മാരുടെയും പ്രായപൂർത്തിയുടെ അളവ് കൃത്യമായി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ നിർത്തുകയും ഇന്നയാൾ പ്രായപൂർത്തിയായ ആളാണെന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്തു അത്രേ. അങ്ങനെയാകുമ്പോൾ ഈ എണ്ണം കുറെ കൂടി വർദ്ധിക്കുന്നു. ഇതിൽ ഇത്രമാത്രം അതിശയോക്തി കലർത്തിയിട്ടുമുണ്ട്. എന്നാൽ അംഗബലം കുറവാണെന്ന് പറയുന്നവരുടെ ശ്രദ്ധ മുഖാത്തല എന്ന പദത്തിന്റെ തർജ്ജമയെ പരിമിതപ്പെടുത്തുന്നുമുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പുരുഷന്മാരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗവേഷണപരമായി നോക്കിയാൽ 20-ൽ കൂടുതൽ ഇല്ല. ഇവർ ഒരുപാട് എണ്ണം കുറയ്ക്കുകയും ചെയ്തു. ഇത് എത്രമാത്രം ബുദ്ധിപരമാണ്. ഏതായാലും ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഗവേഷണമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഏതായാലും യുക്തിസഹവുമാണ്. ഗവേഷണത്തിൽ അക്കാര്യങ്ങൾ അടിസ്ഥാനമാക്കാവുന്നതുമാണ്. ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു ബനു ഖുറൈസ യുദ്ധത്തിൽ വധിക്കപ്പെട്ട യഹൂദികളുടെ എണ്ണത്തെ സംബന്ധിച്ച അമുസ്ലിം ചരിത്രകാരന്മാരുടെ ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയിൽ പറയുന്നു, ബനു ഖുറൈസ സംഭവത്തെ സംബന്ധിച്ച് ചില അമുസ്ലിം ചരിത്രകാരന്മാർ വളരെ മോശമായ രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആക്രമണം നടത്തി ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 400 യഹൂദികൾക്ക് വധശിക്ഷ നൽകിയതിന്റെ പേരിൽ തിരുനബിയെ നൗസുബില്ല അക്രമോത്സുകനായ ഭരണാധികാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം മതപരമായ പക്ഷപാതമാണ്. ചുരുങ്ങിയ പക്ഷം അത് ഇസ്ലാമിനും ഇസ്ലാം മത സ്ഥാപകർക്കും എതിരിലുള്ള പക്ഷപാതമാണ്. പാശ്ചാത്യ വെളിച്ചത്തിൽ ശിക്ഷണം ലഭിച്ച ചരിത്രകാരന്മാരും അതിൽ നിന്ന് മുക്തരല്ല. അതായത് മുസ്ലിങ്ങളും അവരുടെ സ്വാധീനത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണത്തിലുള്ള മറുപടിയിൽ എഴുതുന്നു, ഒന്നാമത് ഓർക്കേണ്ട സംഗതി ബനു ഖുറൈസയെ സംബന്ധിച്ചുള്ള തീരുമാനം അക്രമപരമാണ് എന്ന് പറയപ്പെടുന്നു. ഈ തീരുമാനം സഅദ് ബിൻ മുആസിന്റേതാണ്, ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലായിരുന്നു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം അല്ലാതിരിക്കെ അത് കാരണം തിരുനബിക്കുമേൽ ആരോപണം ഉന്നയിക്കപ്പെടാവതല്ല. 2, ഈ തീരുമാനം അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരിക്കലും തെറ്റായതോ അക്രമപരമോ ആയ തീരുമാനവും അല്ലായിരുന്നു. ആ അവസ്ഥകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. തീരുമാനം ഒരിക്കലും അക്രമപരമായിരുന്നില്ല. 3, സഅദ് തന്റെ തീരുമാനം വിളംബരപ്പെടുത്തിയതിനു മുമ്പേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. 4, കുറ്റവാളികൾ ആ തീരുമാനം സ്വീകരിക്കുന്നു. അതിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നില്ല. അത് ദൈവിക വിധിയാണെന്ന് അവർ കരുതി. ഹുയ് ബിൻ അഖ്തബ് വധിക്കപ്പെടുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളിൽ നിന്ന് അത് പ്രകടമാണ്. എന്നിരിക്കെ കാരണമേതുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൽ ഇടപെടേണ്ട കാര്യവുമില്ലായിരുന്നു. സഅദിന്റെ തീരുമാനത്തിന് ശേഷം ഇക്കാര്യത്തിൽ തന്റെ ഭരണ സംവിധാനത്തിന് കീഴിൽ പ്രസ്തുത തീരുമാനം ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കുക മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്. പറഞ്ഞു വന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പാക്കിയതിലും തിരുനബിയുടെ ഉന്നതമായ കാരുണ്യത്തിന്റെ മാതൃകയാണ് കാണപ്പെടുന്നത്. അതായത് തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പ് അവർ ബന്ദികളായിരുന്നിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ഏറ്റവും നല്ല സംവിധാനമാണ് ചെയ്തത്. സഅദിന്റെ തീരുമാനം നടപ്പാക്കേണ്ടി വന്നപ്പോഴും കുറ്റവാളികൾക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലാണ് അത് നടപ്പാക്കിയത്. അതായത് അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുറ്റവാളി കൊല്ലപ്പെടുമ്പോൾ അടുത്ത കുറ്റവാളിയുടെ മുന്നിൽ വെച്ച് അത് നടപ്പാക്കിയില്ല. ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെന്നാൽ അവരെ വധസ്ഥലിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തുന്ന സമയം വരെയും തങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല ഏത് വ്യക്തിയെ സംബന്ധിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ അഭയാചന നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടർന്ന് തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരക്കാരുടെ ജീവൻ രക്ഷിച്ചുവെന്ന് മാത്രമല്ല അവരുടെ ഭാര്യ മക്കളെയും സ്വത്തിനെയും മറ്റും സംബന്ധിച്ച് അതെല്ലാം അവർക്ക് തിരികെ കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഒരു കുറ്റവാളിയോട് ഇതിലധികം എന്ത് കാരുണ്യവും വാത്സല്യവുമാണ് കാണിക്കേണ്ടത്? ചുരുക്കത്തിൽ ബനു ഖുറൈസ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ഒരിക്കലും ഒരു ആക്ഷേപത്തിനും പ്രസക്തിയില്ല. മാത്രമല്ല ഈ സംഭവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവത്തിന്റെയും മഹത്തായ സംവിധാനത്തിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൈസർഗികമായ കാരുണ്യത്തിന്റെയും
നിതാന്ത ദർശനം കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. ഇനിയുള്ളത് യഥാർത്ഥ തീരുമാനത്തിന്റെ പ്രശ്നമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള അതിക്രമവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സങ്കോചം പറയാൻ കഴിയുന്നതാണ്. മറിച്ച് അത് പൂർണ്ണമായും നീതിയുക്തവുമായിരുന്നു. ഇക്കാര്യത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ബനു ഖുറൈസയുടെ കുറ്റം എന്തായിരുന്നു എന്നതാണ്. അവർ ഏത് സാഹചര്യത്തിലാണ് അത് ചെയ്തത്? ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മദീനയിൽ 3 യഹൂദ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ബനു കൈൻക, ബനു നദീർ, ബനു ഖുറൈസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തിന് ശേഷം സ്വീകരിച്ച ആദ്യത്തെ രാഷ്ട്രീയ നിലപാട് ഈ 3 ഗോത്രങ്ങളുടെയും മൂപ്പന്മാരെ വിളിച്ച് അവർക്ക് മുന്നിൽ സമാധാനത്തിന്റെ ഒരു ഉടമ്പടി ചെയ്യുകയായിരുന്നു. ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ഇപ്രകാരമായിരുന്നു: മുസ്ലിങ്ങളും യഹൂദികളും സമാധാനപൂർവ്വം മദീനയിൽ വസിക്കുന്നതാണ്, പരസ്പരം സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കുന്നതാണ്, പരസ്പരമുള്ള ശത്രുക്കൾക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്യുന്നതല്ല, അത്തരം ശത്രുക്കളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല, പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഗോത്രങ്ങളോ മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിനെ നേരിടുന്നതാണ്. ഉടമ്പടി ചെയ്യുന്നവരിൽ ഏതെങ്കിലും വ്യക്തിയോ സമൂഹമോ ഈ ഉടമ്പടി ലംഘിക്കുകയോ കുഴപ്പങ്ങൾക്ക് കാരണക്കാരാവുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അവർക്കെതിരിൽ കൈ ഉയർത്താൻ അവകാശമുണ്ടായിരിക്കും. എല്ലാത്തരം അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ സമർപ്പിക്കപ്പെടുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കാൻ നിർബന്ധമായിരിക്കും. പക്ഷേ ഓരോ വ്യക്തിക്കും, ഓരോ ജനതയ്ക്കും അവരുടെ മതവും ന്യായ പ്രമാണവും അനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടെങ്കിലും തീരുമാനം ഓരോരുത്തരുടെയും മതത്തിനും ന്യായപ്രമാണത്തിനും അനുസരിച്ചായിരിക്കും. ഈ ഉടമ്പടിക്കനുസരിച്ച് യഹൂദികൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഇതിനുള്ള മറുപടി ഇങ്ങനെയാകുന്നു. ഏറ്റവും ആദ്യം ബനു കൈൻക ഗോത്രം വിശ്വാസവഞ്ചന കാണിച്ചു. സൗഹൃദബന്ധം ഉപേക്ഷിച്ച് മുസ്ലിങ്ങളുമായി യുദ്ധത്തിന് ആരംഭം കുറിച്ചു. മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുന്നതിന് നീചമായ മാർഗങ്ങൾ അവലംബിച്ചു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാഷ്ട്രത്തലവൻ എന്ന സ്ഥാനത്തെ അതാകട്ടെ അന്തർദേശീയ ഉടമ്പടി പ്രകാരം തിരുമേനിക്ക് ലഭിച്ചതുമായിരുന്നു. അതിനെ തികഞ്ഞ അവഗണനയോടെ പുച്ഛിച്ചു തള്ളി, അഹങ്കാരത്തോടെ നിഷേധിച്ചു. അവർ മുസ്ലിങ്ങൾക്ക് മുന്നിൽ പരാജിതരായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുത്തു. മുൻകരുതൽ എന്ന നിലയ്ക്ക് അതിൽ മാത്രം ഒതുങ്ങാതെ നഗരത്തിൽ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനും കൈവലയത്തിനുള്ളിൽ കിടക്കുന്ന പാമ്പിൽ നിന്ന് സുരക്ഷിതരായി തീരാനും, അതായത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൽ നിന്ന് സുരക്ഷിതരാകാനും വേണ്ടി ബനു കൈൻക ഗോത്രത്തിന് മദിയിൽ നിന്ന് പുറത്തുപോയി മറ്റേതെങ്കിലും സ്ഥലത്ത് വസിക്കാനുള്ള അനുമതിയും കൊടുത്തു. അങ്ങനെ ബനു കൈൻക ഗോത്രത്തിലെ ആളുകൾ വളരെ സമാധാനപൂർവ്വം തങ്ങളുടെ സമ്പത്തും ഭാര്യമക്കളുമായും മദീനത്തേക്ക് പുറത്ത് മറ്റൊരു സ്ഥലത്ത് വാസമുറപ്പിച്ചു. പക്ഷേ ഈ സംഭവത്തിൽ നിന്ന് യഹൂദികളുടെ മറ്റു ഗോത്രങ്ങൾ പാഠം പഠിച്ചില്ല. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവരോടുള്ള കാരുണ്യവും അവർക്ക് അനാവശ്യമായ ധൈര്യം പകരുകയുണ്ടായി. കൂടുതൽ സമയം കഴിയുന്നതിന് മുമ്പേ മറ്റൊരു യഹൂദി ഗോത്രമായ ബനു നദീറും തലവെക്കാൻ തുടങ്ങി. ഏറ്റവും ആദ്യം അവരുടെ ഒരു നേതാവായ കഅബ് ബിൻ അഷ്റഫ് ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഖുറൈശികളുമായും മറ്റ് അറേബ്യൻ ഗോത്രങ്ങളുമായും ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ ഗൂഢാലോചന തുടങ്ങി. അറേബ്യയിലെ വന്യ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബാക്കൾക്കുമെതിരിൽ ഭയാനകമായ നിലയിൽ ഇളക്കിവിടുകയും മുസ്ലിങ്ങൾക്കെതിരിൽ പ്രകോപനപരമായ കവിതകൾ ചൊല്ലുകയുമുണ്ടായി. അത് മുഖേന രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരിൽ വളരെ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായി. മാത്രമല്ല, ഈ ദുർഭകൻ മുസ്ലിം സ്ത്രീകളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്റെ കവിതകളിൽ അവരെ അവഹേളിച്ചു. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാനും ഗൂഢാലോചന നടത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അയാൾ തന്റെ മോശം പര്യവസാനത്തിലേക്ക് എത്തിയപ്പോൾ ഈ ഗോത്രക്കാർ ഒരുമിച്ച് മുസ്ലിങ്ങൾക്കെതിരിൽ തലയുയർത്തി. അന്നത്തെ ദിവസം മുതൽ ബനു നദീർ ഉടമ്പടിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരിൽ ഗൂഢാലോചന ആരംഭിച്ചു. ഒടുവിൽ ഗോത്രക്കാർ മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. ഏത് വിധത്തിലാണെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോട് വിടാൻ പാടില്ലെന്ന് അവർ തീരുമാനിച്ചു. വാസ്തവത്തിൽ ആദ്യമുണ്ടാക്കിയ കരാറിൽ ഇവരെല്ലാവരും ഭാഗഭാക്കായിരുന്നു. അതായത് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും.
സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ടതുമാണ്. ഏതായാലും അവരുടെ ഈ കൊലപാതക ശ്രമത്തെ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ശിക്ഷയുടെ വഴി അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഗർവിഷ്ഠരായി മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി. ഈ യുദ്ധത്തിൽ ബനു ഖുറൈസ അവരെ സഹായിച്ചു. പക്ഷേ ബനു നദീർ പരാജയപ്പെട്ടു. ഇവിടെ ബനു ഖുറൈസ ബനു നദീറിനെ സഹായിച്ചുകൊണ്ട് അവരും ഉടമ്പടി ലംഘിക്കുകയാണ് ചെയ്തത്. ബനു നദീർ പരാജയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയ്ക്ക് മാപ്പ് കൊടുത്തു. വാസ്തവത്തിൽ അവർ ബനു നദീറുമായി ചേർന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയ്ക്ക് മാപ്പ് കൊടുക്കുകയും ബനു നദീറിന് മദീനയിൽ നിന്ന് സമാധാനപൂർവ്വം പുറത്തേക്ക് പോകാൻ അനുമതി നൽകുകയും ചെയ്തു. അതേസമയം അവർക്ക് ആയുധങ്ങൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയില്ല. ഏതായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത്തിന് പകരമായി ബനു നദീർ ചെയ്തത് മദീനയ്ക്ക് പുറത്തുപോയി അവരുടെ നേതാക്കന്മാരുടെ മുഴുവനും ഭയാനകമായ നിലയിൽ പ്രകോപിതരാക്കി അക്രമാസക്തരായ സൈന്യവുമായി മദീനയെ ആക്രമിക്കുക എന്നതായിരുന്നു. വലിയൊരു സൈന്യവുമായിട്ടാണ് അവർ വന്നത്. ഇസ്ലാമിനെ നാമാവശേഷമാക്കുന്നവരെയും അവിടെ നിന്ന് പോകുന്നതല്ല എന്ന് അവർ ഉറച്ച ശപഥം വാങ്ങിയിരുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ സംക്ഷിപ്ത വിവരണമടങ്ങിയ ഭയാനകമായ അത്തരം ഘട്ടത്തിൽ യഹൂദികളുടെ മൂന്നാമത്തെ ഗോത്രമായ ബനു ഖുറൈസയുടെ നിലപാട് എന്തായിരുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നസീർ ഗോത്രത്തിൽ അവരുടെ വിശ്വാസവഞ്ചനയെ മാപ്പാക്കിക്കൊണ്ട് അവർക്കുമേൽ വലിയ ഔദാര്യമാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുമേൽ ഔദാര്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജ്റത്തിന് മുമ്പ് ബനു നസീർ ആസ്ഥാനത്തിലും അവകാശങ്ങളിലും നിസ്സാരമായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല ബനു നസീർ ബനു ഖുറൈസ ഗോത്രങ്ങളുടെ സ്ഥാനത്തിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ബനു ഖുറൈസ ബനു നസീറിനേക്കാളും നിസ്സാരന്മാരായി ഗണിക്കപ്പെട്ടിരുന്നു. അതായത് ബനു നസീറിലെ ഏതെങ്കിലും വ്യക്തി ബനു ഖുറൈസയുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടാൽ ഘാതകനെ പ്രതികാരം എന്ന നിലയ്ക്ക് കൊല ചെയ്യുമായിരുന്നു. ഇതായിരുന്നു അവരുടെ നിയമം. എന്നാൽ ബനു ഖുറൈസയിലെ ഏതെങ്കിലും വ്യക്തി ബനു നസീറിന്റെ കൈകളാൽ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് മണി നൽകിയാൽ മതിയാകുമായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു തുക ബ്ലഡ് മണിയായി വാങ്ങി ഘാതകനെ വിട്ടയക്കാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയ്ക്കും മറ്റു പുരുഷന്മാർക്കുമുള്ള തുല്യമായ അവകാശങ്ങൾ നൽകി. ഈ വലിയ ഔദാര്യമുണ്ടായപ്പോൾ ബനു ഖുറൈസ വിശ്വാസവഞ്ചന കാണിച്ചു. അതും വളരെ സങ്കീർണമായ ഘട്ടത്തിൽ. അത്തരം സങ്കീർണമായ ഒരു ഘട്ടം മുസ്ലിങ്ങൾക്കൊരിക്കലും പിന്നീട് ഉണ്ടായിട്ടേയില്ല. ബനു കൈൻകായുടെ ഉദാഹരണം അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഭിത്തിയിൽ നിന്ന് പ്രയോജനമെടുത്തില്ല. ബനു നസീറിന്റെ സംഭവം അവരുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല. പിന്നെ അവർ എന്തായിരുന്നു ചെയ്തത്? അവർ തങ്ങളുടെ ഉടമ്പടിയെ കാറ്റിൽ പറത്തുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യങ്ങളെ 3000 മുസ്ലിങ്ങളുടെ നിസ്സഹമായ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യങ്ങളെ പാടെ വിസ്മരിച്ചുകൊണ്ട് കാഫിര്യങ്ങളുടെ 10-15,000 വരുന്ന രക്തദാഹികളായ സൈന്യത്തോടൊപ്പം ചേരുകയുമുണ്ടായി. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹ്സാബ് യുദ്ധത്തിൽ കരൾ വായിലേക്ക് വരുന്ന അവസ്ഥ, അതായത് മരണം മുന്നിൽ കാണുന്ന ഘട്ടമായിരുന്നു. അത്തരം ഘട്ടത്തിൽ അവർ തങ്ങളുടെ കോട്ടകളിൽ നിന്ന് പുറത്തേക്ക് വരികയും മുസ്ലിം സ്ത്രീകളുടെയും കുട്ടികളുടെയും തൊട്ടടുത്തിരുന്ന് ആക്രമിക്കുകയും മുസ്ലിങ്ങളുടെ ഐക്യത്തിൽ നിന്ന് മാറി പ്രകാശം ഇസ്ലാമിനെയും ഇസ്ലാമിക അധ്യാപനങ്ങളെയും നാമാവശേഷമാക്കാൻ വന്ന രക്തദാഹികളുടെ ഐക്യസംഘത്തിൽ ചേരുകയും ഉണ്ടായി. അത് ഈ ഇസ്ലാമിക സ്ഥാപകർ തന്നെയാണ് മദീനയിൽ എത്തിയ ഉടനെ തൻ്റെ ആദ്യത്തെ കർമ്മം എന്ന നിലയിൽ ഈ യഹൂദികളുമായി സൗഹൃദ ബന്ധത്തിലുള്ള വഴി ഉടമ്പടി ഉണ്ടാക്കിയത്. ഇത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി യഹൂദികളെ സുഹൃത്തുക്കളാക്കുകയും ഉടമ്പടി ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. യഹൂദികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ സുഹൃത്തും ഉടമ്പടിയുള്ള ആളുമായി ഗണിച്ചുകൊണ്ട് പ്രസ്തുത രാജ്യത്തിന്റെ രാജാവായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാനാനുസൃതം ബനു ഖുറൈസയുടെ നടപടി കേവലം ഒരു കരാർ ലംഘനവും വഞ്ചനയും മാത്രമായിരുന്നില്ല, മറിച്ച് അതൊരു ഭയാനകമായ കലാപം കൂടിയായിരുന്നു. ഈ കലാപം എന്ന് പറയുമ്പോൾ അവരുടെ ആസൂത്രണം വിജയിച്ചിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ ജീവനും അവരുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും അവരുടെ മതവും തടസ്സമാകുമായിരുന്നു.
ബനു ഖുറൈസ ഏതെങ്കിലും കുറ്റം മാത്രമല്ല ചെയ്തത്, മറിച്ച് അവർ വിശ്വാസവഞ്ചനയും നന്ദികേടുമാണ് കാണിച്ചത്. കരാർ ലംഘനവും കുഴപ്പവുമാണ് ഉണ്ടാക്കിയത്. കാലാനുസൃതം കലാപവും വധശ്രമവുമാണ് നടത്തിയത്. ഈ കുറ്റങ്ങളെല്ലാം അവർ ചെയ്ത ഘട്ടമെന്ന് പറയുന്നത് ഈ കുറ്റം വളരെ ഭയാനകമായ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലായിരുന്നു അവരങ്ങനെ ചെയ്തത്. ലോകത്തുള്ള പക്ഷപാതരഹിതരായ ഒരു കോടതിക്കും അവരുടെ കേസിൽ ഒഴികൊഴിവ് കൊടുക്കാനുള്ള ഒന്നും തന്നെ കടിഞ്ഞാണിടാൻ കഴിയുമായിരുന്നില്ല. അത്തരം സാഹചര്യത്തിൽ ഒരു കോടതിക്കും ഇളവ് നൽകാൻ കഴിയുമായിരുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് നൽകപ്പെട്ട ശിക്ഷയല്ലാതെ മറ്റെന്താണ് അവർക്ക് നൽകാൻ കഴിയുക? പ്രത്യക്ഷത്തിൽ 3 തരത്തിലുള്ള ശിക്ഷ അവർക്ക് നൽകപ്പെടാമായിരുന്നു. ഒന്ന്, മദീനയിൽ തന്നെ തടവിലാക്കുകയും വീട്ടുതടങ്കലാക്കുകയും ചെയ്യാം. 2, നാടുകടത്താം. അതാണ് ബനു കൈൻകായുടെയും ബനു നസീറിന്റെയും കാര്യങ്ങളിൽ ചെയ്തത്. 3, യുദ്ധനിപുണരായ ആളുകളെ കൊല്ലുകയും അവിടെ തടങ്കലിലാക്കുകയും വീട്ടുതടങ്കലിൽ വെക്കുകയും ചെയ്യാം. ഇനി നീതിപൂർവം ചിന്തിച്ചു നോക്കുക. അക്കാലഘട്ടത്തിലെ അവസ്ഥയനുസരിച്ച് മുസ്ലിങ്ങൾക്ക് അതിൽ ഏത് മാർഗദർശനമാണ് ചെയ്യാൻ കഴിയുമായിരുന്നത്? ഒരു ശത്രു സമൂഹത്തെ തങ്ങളുടെ രാജ്യത്തിനകത്ത് തന്നെ ബന്ദികളാക്കി നിർത്തുന്നത് അക്കാലഘട്ടത്തിലെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ കാര്യമേ അല്ലായിരുന്നു. കാരണം ബന്ദികളാക്കിയതിൽ അവരുടെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ഉത്തരവാദിത്തം മുസ്ലിങ്ങളുടെ ചുമലിൽ വന്നു ചേരുമായിരുന്നു. അത് ഏറ്റെടുക്കാൻ അവർക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. 2, അക്കാലഘട്ടത്തിൽ തടവറകളും മറ്റുമുണ്ടായിരുന്നില്ല. ബന്ദികളെ സംബന്ധിച്ചുണ്ടായിരുന്ന പൊതുവായ സമ്പ്രദായം ബന്ദികളാകുന്ന സമൂഹത്തിലെ ആളുകൾക്കിടയിൽ അവരെ വീതം വെക്കുക എന്നതായിരുന്നു. അവർക്കിടയിൽ ഇത്തരം ആളുകൾ പ്രത്യക്ഷത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഇവിടെ കഴിഞ്ഞിരുന്നതെങ്കിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ മോശമായ ശത്രുക്കളെ ഗൂഢാലോചന നടത്തിക്കുന്ന സമൂഹത്തെ മദീനയിൽ പാർപ്പിക്കുന്നത് വളരെ ഭയാനകമായിരുന്നു. ബനു ഖുറൈസയ്ക്ക് അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് നൽകിയിരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ദ്രോഹങ്ങളും ഗൂഢാലോചനയും നടത്താൻ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നതാണ്. അതേസമയം അവരുടെ ചെലവുകളുടെ ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്ക് ആയിരുന്നതാനും. അതായത് നേരത്തെ അവർ സ്വയം സമ്പാദിച്ചു തിന്നുകയും മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയുമായിരുന്നു. ഇനി അവരെ ബന്ദികളാക്കി അവിടെ വെക്കുകയാണെങ്കിൽ സ്വയം ഭക്ഷിക്കുന്നതിന് വകയില്ലാത്ത മുസ്ലിങ്ങളുടെ ഭക്ഷണം തിന്നുകൊണ്ട് അവരുടെ കഴുത്ത് തിരിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുകയായിരിക്കും ഫലം. അവരേതായാലും ഗൂഢാലോചന ചെയ്യുന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ വീടുകളിൽ ഇടകലർന്ന് കഴിയുമ്പോൾ മാപ്പ് അപകടവും കൂടിയാണ്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമാനായ ആരും തന്നെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ശിക്ഷ നൽകാമെന്ന അഭിപ്രായം പുറത്തേക്ക് പറയുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തേത് ശിക്ഷ സ്വീകരിക്കുക എന്നതാണ്. ഈ ശിക്ഷ തീർച്ചയായും നാടുകടത്തുക എന്നതാണ്. ഈ ശിക്ഷ തീർച്ചയായും അക്കാലഘട്ടത്തിലെ അവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് മാറി സുരക്ഷിതമാകുന്നതിനുള്ള ഒരു നല്ല മാർഗദർശനമായി ഗണിക്കപ്പെടുന്നു. പക്ഷേ ബനു നദീർ രാജ്യരക്ഷരാക്കപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവം മനസ്സിലാക്കി തരുന്നത് യഹൂദികളുമായി ബന്ധപ്പെട്ടിടത്തോളം ഈ രീതി ഒന്നാമത്തെ ശിക്ഷയിൽ നിന്നും ഒരു നിലയ്ക്കും അപകടം ഇല്ലാതാക്കുന്നില്ല എന്നാണ്. അതായത് യഹൂദികൾക്ക് മദീനയിൽ നിന്ന് പുറത്തു പോകാൻ അനുമതി നൽകുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കർമ്മപരമായും ഇസ്ലാം ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുണ്ടായുള്ളൂ. മാത്രമല്ല ഇസ്ലാം ശത്രുക്കളുടെ അണിയിൽ ഇത്തരം ആളുകളും ചെന്ന് ചേരുന്നതാണ്. അവരാകട്ടെ വളരെ പ്രകോപനപരമായും ശത്രുത കലർന്നതിനും ഗൂഢാലോചനയ്ക്കും എല്ലാ തരത്തിലുമുള്ള ഇസ്ലാം ശത്രുക്കളുടെയും മൂപ്പന്മാരാകാൻ അസ്വസ്ഥരായി കഴിഞ്ഞവരുമാണ്. ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്തെന്നാൽ മുഴുവൻ യഹൂദ ഗോത്രങ്ങളെയും അപേക്ഷിച്ച് ബനു ഖുറൈസ യുദ്ധത്തിൽ മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ബനു ഖുറൈസയെ നാടുകടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. അത് ബനു നസീർ അഹ്സാബ് യുദ്ധമുണ്ടാക്കി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അപകടത്തെക്കാളും ഭയാനകമാകുമായിരുന്നു. മുസ്ലിങ്ങൾ അക്കാലഘട്ടത്തിലെ അവസ്ഥയനുസരിച്ച് മാറി മാറി യാത്ര ചെയ്തിരുന്നുവെങ്കിൽ അത്
ആത്മഹത്യയിൽ കുറവാകുമായിരുന്നില്ല. ലോകത്തെ ഏതെങ്കിലും സമൂഹം ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടി ആത്മഹത്യക്ക് തയ്യാറാകാറുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ തീർച്ചയായും മുസ്ലിങ്ങളും ഈ കാരണം കൊണ്ട് തന്നെ, അതായത് അവർ ബനു ഖുറൈസയെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ആത്മഹത്യക്ക് എന്തുകൊണ്ട് തയ്യാറായില്ല എന്ന ആക്ഷേപത്തിന് കുറിമാനമാകുന്നില്ല. ചുരുക്കത്തിൽ ഈ രണ്ട് ശിക്ഷകളും സാധ്യമല്ലായിരുന്നു. ഇതിൽ ഏത് മാർഗം സ്വീകരിക്കപ്പെടുകയാണെങ്കിലും അത് തീർച്ചയായും സ്വയം നാശത്തിൽ അകപ്പെടുന്നതിന് പോലെയാണ്. ഈ രണ്ട് ശിക്ഷകളെയും ഒഴിവാക്കി അന്ന് സ്വീകരിച്ച മാർഗം തന്നെയായിരുന്നു ഏറ്റവും കരണീയമായിട്ടുള്ളത്. തീർച്ചയായും സഅദിന്റെ തീരുമാനം സ്വതവേ ഒരു കഠിനമായ വിധിയായിരുന്നു. മനുഷ്യപ്രകൃതം പൊതുവിൽ അക്കാര്യത്തിൽ നീറ്റൽ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് കൂടാതെ മറ്റേതെങ്കിലും മാർഗം അവലംബിക്കാനുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു സർജന് ഏതെങ്കിലും രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യോ കാലോ മറ്റേതെങ്കിലും അവയമോ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ സംജാതമായാൽ ഏതൊരു മനുഷ്യനും അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ അതോർത്ത് മനസ്സിലൊരു വേദന ഉണ്ടാകുന്നതാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ നിർബന്ധാവസ്ഥയ്ക്ക് മുന്നിൽ തലകുനിക്കേണ്ടതായി വരുന്നു. മറിച്ച് അത്തരം സാഹചര്യത്തിൽ സർജന്റെ നിലപാട് ശ്ലാഘനീയമായി കരുതപ്പെടും. അയാൾ ചെയ്തത് അല്ലെങ്കിൽ മൂല്യം കുറഞ്ഞ ഒരു ത്യാഗം ചെയ്തുകൊണ്ട് മൂല്യവത്തായ ഒരു സംഗതിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ബനു ഖുറൈസയെ സംബന്ധിച്ചിടത്തോളം സഅദിന്റെ തീരുമാനം പൊതുവെ മാന്യമായിരുന്നു. പക്ഷേ അത് സാഹചര്യങ്ങളുടെ നിർബന്ധ പ്രതിഫലനവുമായിരുന്നു. അതുകൂടാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ മാർഗലോസിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അവർ ഇസ്ലാമിന്റെ ഗുണകാക്ഷികളായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ സഅദിന്റെ തീരുമാനം നിർബന്ധിതാവസ്ഥയിലായിരുന്നു എന്ന് അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധരാകുന്നു. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ മാർഗോലീസ് എഴുതുന്നു, അഹ്സാബ് യുദ്ധാക്രമണത്തെ സംബന്ധിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഖ്യാപനം ദൈവിക ഇടപെടലുകൾക്ക് അനുസൃതമായിരുന്നു. അതിൽ ബനൂ നദീറിന്റെ പ്രകോപനകരമായ പരിശ്രമങ്ങളുടെ പരിണിതിയും ഉണ്ടായിരുന്നു. അതുമല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവരുടെ പ്രയത്നങ്ങളുടെ പരിമിതിയാണെന്ന് കരുതപ്പെടുന്നു. ബനൂ നദീറിനെ നാടുകടത്തുന്നതിൽ മാത്രം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുങ്ങി നിന്നിരുന്നു. ഇവിടെ ഉയരുന്ന പ്രശ്നം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈസയെയും നാടുകടത്തി തങ്ങൾക്കെതിരിൽ പ്രകോപനപരമായ പ്രവൃത്തി ഉണ്ടാക്കുന്നവരുടെ എണ്ണവും ശക്തിയും വർദ്ധിപ്പിക്കുക മാത്രമാണോ ചെയ്യേണ്ടത്? മറ്റൊന്ന്, ഈ സമൂഹത്തിന് മദീനയിൽ താമസിക്കാനും അനുമതി നൽകാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയായാൽ അവർ തുറന്ന രീതിയിൽ ആക്രമികളോടൊപ്പം നിൽക്കുമായിരുന്നു. അവരെ നാടുകടത്തുന്നതും സുരക്ഷിതമായിരുന്നില്ല. അവരെ മദീനയിൽ താമസിക്കാൻ അനുവദിക്കുന്നതും അപകടത്തിൽ കുറഞ്ഞ കാര്യം അല്ലായിരുന്നു. ചുരുക്കത്തിൽ അവരെ വധിക്കാനുള്ള തീരുമാനം എടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇതാണ് മാർഗോ ഗീരിസിന്റെ അഭിപ്രായം. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർക്കാനുണ്ട്. എന്തെന്നാൽ ബനു ഖുറൈസ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സൗഹൃദത്തിലും ഉടമ്പടിയിലും മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ആദ്യകാല ഉടമ്പടിയെ അംഗീകരിച്ചവരുമായിരുന്നു. ചുരുങ്ങിയ വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരമാധികാരം അംഗീകരിച്ചവരായിരുന്നു. അതുകൊണ്ട് അവരുടെ അവസ്ഥ കേവലം ഒരു വഞ്ചന നടത്തിയ സുഹൃത്തിന്റെയോ ഒരു നിസ്സാരക്കാരനായ ശത്രുവിന്റെയോ അല്ലായിരുന്നു. മരിച്ചവർ കലാപകാരികളായിരുന്നു. അതും ഭയാനകമായ കലാപകാരികൾക്കുള്ള ശിക്ഷ പ്രത്യേകിച്ചും യുദ്ധാവസരത്തിൽ മരണമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. കലാപകാരികൾക്കും പരമാവധി ശിക്ഷ നൽകുന്നില്ലെങ്കിൽ ഭരണ സംവിധാനം തന്നെ ഉടഞ്ഞു പോകുന്നതാണ്. ദ്രോഹികൾക്കും കലാപകാരികൾക്കും പൊതു സമാധാന ഭംഗമുണ്ടാക്കുന്നതിനുള്ള ധൈര്യം കിട്ടുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ പരിണിതിയും ഭയാനകമായിരിക്കും. തീർച്ചയായും അത്തരം സാഹചര്യത്തിൽ കലാപകാരിക്ക് നേരെ കരുണ കാണിക്കുന്നത് വാസ്തവത്തിൽ രാജ്യത്തിൻ്റെയും രാജ്യത്തിലെ സമാധാന കാംക്ഷികളുടെയും മേൽ അക്രമം ചെയ്യുന്നതിന് സമമായിരിക്കും. അതുകൊണ്ട് തന്നെ സംസ്കാര സമ്പന്നമായ എല്ലാ ഭരണകൂടങ്ങളും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കലാപകാരികൾക്ക്, അവർ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, വധശിക്ഷ തന്നെയാണ് നൽകിയിരുന്നത്. ബുദ്ധിമാനായ ആരും തന്നെ അതിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുമില്ല. ചുരുക്കത്തിൽ സഅദിന്റെ തീരുമാനം തികച്ചും നീതിയുക്തവും ന്യായപൂർണവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തന്റെ ഭരണകാലത്ത് ഈ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം കാരുണ്യപൂർവ്വം പെരുമാറാൻ കഴിയുമായിരുന്നില്ല. അതേസമയം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ചില നീക്കുപോക്കുകൾ ആകാമായിരുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് ചില യഹൂദികൾ മാപ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ അവർക്കത് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ജനതയ്ക്ക് മൊത്തം മാപ്പ് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം സാദിനോട് അവർ നേരത്തെ വാഗ്ദാനം വാങ്ങിയത് ആയിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട്. യഹൂദികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവാക്കുന്നത് അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ കാരുണ്യത്തിന്റെ യാചനയുമായി പോവുകയും ചെയ്തിട്ടില്ല. അപ്പീൽ ചെയ്യാത്തിടത്തോളം തിരുനബിക്ക് അവർക്ക് മേൽ കരുണ ചെയ്യാനും കഴിയുമായിരുന്നില്ല. കാരണം കലാപകാരികൾ തങ്ങളുടെ കുറ്റത്തിൽ ലജ്ജ പ്രകടിപ്പിക്കുക പോലും ചെയ്തിരിക്കെ കാരണം ഏതുമില്ലാതെ അവരെ വെറുതെ വിടുന്നത് രാഷ്ട്രതന്ത്രപരമായി വളരെയേറെ അപകടമായ പരിണിതികൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും യഹൂദികൾക്കുമിടയിൽ അക്കാലത്തുണ്ടാക്കിയ ഉടമ്പടിയുടെ നിബന്ധനകളിലൊന്ന് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാര്യത്തിൽ അവരുടെ ശരീഅത്തനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമായിരുന്നു. നേരത്തെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉടമ്പടി പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും യഹൂദികളെ സംബന്ധിച്ച് മൂസവി ന്യായപ്രമാണം അനുവദിക്കപ്പെട്ടിരുന്നു. തീരുമാനമെടുക്കാതിരുന്നത് ഇനി നമ്മൾ തൗറാത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇത്തരം കുറ്റത്തിനുള്ള ശിക്ഷ, അതായത് ബനു ഖുറൈദ ചെയ്ത കുറ്റത്തിന് നൽകപ്പെടുന്ന ശിക്ഷ സഅദ് ബിനു മുആസും ബനു ഖുറൈസയ്ക്ക് നൽകിയത് തന്നെയായിരുന്നു. ബൈബിളിൽ ദൈവിക കൽപ്പന ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചെല്ലുമ്പോൾ സമാധാനം എന്ന് ജനങ്ങൾ പറയുന്നതാണ്. യുദ്ധം ചെയ്യുവാൻ അടുത്ത തലമുറ സമാധാനം വിളിച്ചു പറയണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനം എല്ലാം നിനക്ക് ഊഴിയ വേലക്കാരായി സേവനം ചെയ്യണം. എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നു എങ്കിൽ അതിനെ നിരോധിക്കണം. നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷപ്രജയെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ കൊല്ലണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തിനെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാവുന്നതാണ്. ആവർത്തന പുസ്തകം 20 അധ്യായത്തിലെ 10 മുതൽ 15 വരെയുള്ള വ്യാഖ്യാനങ്ങളാണിത്. യഹൂദി ശരീഅത്തിന്റെ കൽപ്പന ഒരിക്കലും പ്രാവർത്തികമാക്കിയിട്ടില്ലാത്ത ഒരു കടലാസ് കൽപ്പന മാത്രമല്ല, മറിച്ച് ബനി ഇസ്രായേലിൽ അതനുസരിച്ച് ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. യഹൂദ വിധികൾ എപ്പോഴും ഈ തത്വമനുസരിച്ചാണ് തീരുമാനം എടുക്കാറുള്ളത്. അവർ, അതായത് ബനി ഇസ്രായേലുകാർ, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മദീനക്കാരോട് യുദ്ധം ചെയ്ത് ആണുങ്ങളെ ഒക്കെയും കൊല്ലുകയും വനിതകളുടെ കൂട്ടത്തിൽ അവർ മദിയൻ രാജാക്കന്മാരായ എവി, റൊക്കം, സൂർ, ഹൂർ, ദേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബിയോറിന്റെ മകനായ ബെന്യാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ മദിയന സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബന്ധിതരാക്കി. അവരുടെ സകല വാഹനാമൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും തന്നെയും കൊള്ളടിച്ചു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടുകളഞ്ഞു. അങ്ങനെ അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമായുള്ള അത്യാഗ്രഹം ഒക്കെയും ചെയ്തു. ബുദ്ധിമാന്മാരെ അവഹേളനത്തോടും കൊള്ളയോടും കൂടി എരീഹോവിന്റെ സമീപത്ത് യോർദാൻ അരികിലുള്ള മേവാവ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിന്റെയും ഇസ്രായേൽ സഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. സംഖ്യാപുസ്തകം 31:7 മുതൽ 12 വരെ വചനങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹദ്റത്ത് ഈസാ മസീഹും ബനി ഇസ്രായേലിൽ നിന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ജീവിതകാലത്ത് ഭരണാധികാരം കിട്ടിയിരുന്നില്ല. യുദ്ധം ചെയ്യേണ്ട അവസരവും വന്നിട്ടില്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ രീതി അവലംബിക്കേണ്ടി വന്നില്ല. ദ്രോഹികളും ദുർഭകന്മാരുമായ ശത്രുക്കളെ സംബന്ധിച്ച്
അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്തായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാം തന്റെ ശത്രുക്കളെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു: പാമ്പുകളെ, സർപ്പ സന്തതികളെ, നിങ്ങളിൽ നിന്ന് നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അതായത്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ വിഷസർപ്പങ്ങളെ പോലെ ആയത് കാരണം നശിപ്പിക്കപ്പെടാൻ അർഹരാണ്. പക്ഷേ നിങ്ങൾക്ക് ശിക്ഷ നൽകാൻ എനിക്ക് കഴിവില്ല. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക. നരകശിക്ഷയെ ഓർത്തുകൊണ്ടെങ്കിലും തങ്ങളുടെ മോശം സ്വഭാവത്തിൽ നിന്നും ദ്രോഹത്തിൽ നിന്നും വിട്ടു നിൽക്കുക. ഒരുപക്ഷെ ഈ കാരണം കൊണ്ട് തന്നെയായിരിക്കാം യേശുവിന്റെ അനുയായികൾക്ക് ലോകത്ത് ശക്തി ലഭിച്ചപ്പോൾ അവർ മിശീഹായുടെ ഈ അധ്യാപനമനുസരിച്ച് ദ്രോഹികളും ദുർഭകന്മാരുമായ ശത്രുക്കൾ പാമ്പുകളെയും തേളുകളെയും പോലെ നശിപ്പിക്കപ്പെടേണ്ടവരാണെന്ന് മനസ്സിലാക്കുകയും അവർ മോശക്കാരും ദ്രോഹികളുമാണെന്ന് കരുതുകയും തങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് വിഘ്നമാണെന്ന് കാണുകയും ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കാൻ ഒട്ടും അമാന്തിച്ചില്ല. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തീയ സമൂഹങ്ങളുടെ ചരിത്രം ഇത്തരം ഉദാഹരണങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നു. ചുരുക്കത്തിൽ, സഹദിന്റെ തീരുമാനം സ്വതവേ കഠിനമാണെന്ന് കരുതിയാൽ പോലും അതൊരിക്കലും തന്നെ നീതിക്കും ന്യായത്തിനും എതിരല്ലായിരുന്നു. തീർച്ചയായും യഹൂദികളുടെ കുറ്റത്തിന്റെ നിലവാരവും മുസ്ലിങ്ങളുടെ സംരക്ഷണവും അവർക്ക് നൽകപ്പെട്ട ശിക്ഷയാണ് വേണ്ടതെന്ന് വിളിച്ചു പറയുന്നു. മാത്രമല്ല, ഈ തീരുമാനം യഹൂദ ന്യായപ്രമാണത്തിന് അനുസൃതവുമായിരുന്നു. കൂടാതെ ആരംഭകാലത്തുണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച് അങ്ങനെ ചെയ്യേണ്ടതും അനിവാര്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതനുസരിച്ച് മുസ്ലിങ്ങൾ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീഅത്തനുസരിച്ച് തീരുമാനം കൽപ്പിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. എങ്കിൽ പോലും തീരുമാനമെടുത്തത് സഅദ് ബിൻ മുആദ് ആയിരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലായിരുന്നു. സഅദിന് മേൽ തന്നെയാണ് അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഉത്തരവാദിത്വം വന്നു ചേരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രാധിപൻ എന്ന നിലയിൽ പ്രസ്തുത തീരുമാനം തന്റെ ഭരണകൂടത്തിന്റെ സംവിധാനത്തിന് കീഴിൽ നടപ്പാക്കുക മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്. നേരത്തെ പറഞ്ഞു വന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പാക്കിയ രീതിയും ഇക്കാലഘട്ടത്തിലെ സംസ്കാര സമ്പന്നരും കാരുണ്യവർത്തികളുമായ ഭരണകൂടങ്ങൾക്ക് പോലും അതിൽ ഉത്തമ മാതൃക കാണപ്പെടുന്നുണ്ട് എന്നും പറയുന്നു. ചുരുക്കത്തിൽ, ഇതാണ് ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിൽ ആക്ഷേപം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി. ഇത്തരം ആക്ഷേപങ്ങൾ കാരണം നമ്മുടെ ആളുകളും അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് യുവാക്കളും എന്തുകൊണ്ടാണ് ബനു ഖുറൈസയെ വധിച്ചതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് ചില ചോദ്യകർത്താക്കൾ ഫലസ്തീനെതിരുള്ള നിലപാടുകളെയും ശരിയാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ അന്ന് ഉണ്ടായിരുന്ന അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ തന്നെ അന്ന് വേറെയായിരുന്നു. അതിന് ഇന്നത്തെ അവസ്ഥകളിൽ ചെയ്യുന്ന പ്രതികാരവുമായോ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നതുമായോ യാതൊരു ബന്ധവുമില്ല. ചുരുക്കത്തിൽ, ഈ എല്ലാ പ്രശ്നത്തിനും കാരണം മുസ്ലിങ്ങൾ തന്നെയാണ്. അവർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ പ്രൗഢിയെ ഇല്ലാതാക്കുന്നു. അള്ളാഹു അവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.